മല്ലു ട്രാവലർ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മല്ലു ട്രാവലർ വാനിഷ് മോഡ് ഓഫാക്കി വിസിബിൾ മോഡിലേക്ക് വന്നിരിക്കുകയാണ്. മല്ലു ട്രാവലറിൻ്റെ റീസെൻറ്റ് വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, യൂട്യൂബിലൊരു വലിയ വീഡിയോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സ്, പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻ ടു മീ മല്ലു ട്രാവലർ, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. 15 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് മല്ലു ട്രാവലറിനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വെച്ചാൽ നല്ല സുഹൃത്തുക്കളാണ്. അത് ഇല്ലാതെ നമ്മൾ എത്ര പണം സമ്പാദിച്ചിട്ടും കാര്യമില്ല. ട്രൂ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പൈസ അത്യാവശ്യമാണ്, പൈസ വേണം, പൈസ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പൈസ ഉള്ള പോലെ തന്നെ അത്ര തന്നെ നമുക്ക് എന്ത് വേണം, ട്രൂ ഫ്രണ്ട്ഷിപ്പുകളും വേണം. ഓക്കെ, റിലേഷൻസ്, ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് ലൈഫിൽ സർവൈവൽ കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് മല്ലു ട്രാവലർ ലൈഫിൽ ഉണ്ടായത്, ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അയാൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കേൾക്കാം. കുറച്ച് കാലമായിട്ട് ഞാൻ വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്തപ്പം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി ശരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആകാൻ തുടങ്ങി. വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡൗൺ ആകാൻ തുടങ്ങി. പക്ഷെ നമുക്കൊരിക്കലും അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ തളരുന്നുണ്ടോ, നമ്മൾ തകരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പിടിച്ചു വന്നു. കുറച്ച് ദിവസം മുന്നേ പക്ക ഞാൻ ഡൗൺ ആയി. അപ്പോൾ എനിക്ക് തോന്നി ഒരു ബ്രേക്ക് എടുക്കണം, എനിക്ക് എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കണം തോന്നി, എനിക്കൊന്ന് മാറണം തോന്നി. അങ്ങനെയാണ് ഞാനൊരു ശാരീരികമായ അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ ട്രാവൽ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി, അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട്, അവിടുന്ന് ഞാൻ മക്കാവ് പോയി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി, ലാവോസ് പോയി, ഇവിടെയൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴി ഞാൻ തായ്ലൻഡ് ജയിലിലും കിടന്നു 2 ദിവസം. അവിടെ ഡിറ്റൻഷൻ സെൻറ്ററിൽ 2 ദിവസം കിടന്നു. കാരണം ഐ വാസ് നോട്ട് മെൻ്റലി ഫിറ്റ്. അവിടെ ഞാൻ അങ്ങനെ നേരെ മുംബൈയിലോട്ട് പോയി. മുംബൈ നമ്മുടെ യെല്ലോ പാജി. ശരിക്കും ഈ ട്രാവൽ ചെയ്യുന്നത് തന്നെ ആളുകൾ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടല്ലേ, സമാധാനത്തിനും സന്തോഷത്തിനും നമുക്കൊരു ലൈഫിലൊരു ഭയങ്കരമായ ഫ്രഷ്നെസ് കൊണ്ടുവരാനാണ് ട്രാവൽ ഹീൽസ് എന്ന് പറയും. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പലതും ഹീലാവും, നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസ്, അങ്ങനത്തെ കുറേ ഹീലിംഗ് പ്രോസസ്സാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ മല്ലു ട്രാവലറിന് ആസ് എ ട്രാവൽ വ്ളോഗർ, ലൈഫിൽ തന്നെ ഒരു ട്രാവലർ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒന്നും ഹീലാവുന്നില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് എന്താ പറയുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ മല്ലു ട്രാവലർ ഫ്രണ്ട്സ് ഇല്ല, ക്യാമറ നോക്കിയിട്ടാണ് ഇത്ര കാലം സംസാരിക്കുന്നത്, ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സീനാന്നൊക്കെ പറയുന്നത്. ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. നല്ല ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്തിട്ട് അത് ഒപ്പം നിർത്താൻ ശ്രമിക്കണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ലൈഫിൽ. അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞത് കാന്തൊന്നുമില്ലല്ലോ വന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല. കാന്തം പോലെ വന്ന് ഒട്ടും. നമ്മളെ കയ്യിൽ കുറച്ച് മണി പവർ, മസിൽ പവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ പവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നല്ല സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ വന്ന് ഒട്ടുന്നവരുണ്ട്. ആ ഒട്ടുന്നവർ തട്ടിക്കളയാനും നമുക്ക് പറ്റണം. മനസ്സിലായോ? കാന്തമല്ലാത്ത സമയത്തും നമ്മളെ മേത്ത് വന്ന് ഒട്ടാൻ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. നമ്മളിലൊന്നും ഇല്ലാത്തപ്പോഴും നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു നോർമൽ ലൈഫ് എങ്ങനെ ജീവിക്കുന്നു അപ്പോഴും നമ്മളൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. എന്നാണെങ്കിലും ഇതിൽ ട്രാവൽ ചെയ്തതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ ഡിറ്റൻഷൻ സെൻറ്ററിലായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഡിറ്റൻഷൻ സെൻറ്ററിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എവിടെയാണ്, തായ്ലാൻഡിലെത്തിയാൽ തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, തായ്ലാൻഡിലെ ഡിറ്റൻഷൻ സെൻറ്റർ എന്നാണ് മല്ലു പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വലിയൊരു സീനായിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഡിറ്റൻഷൻ സെൻറ്ററിലായി എന്നൊക്കെ പറയുമ്പോൾ മേ ബി എന്തെങ്കിലും വീസ ഇഷ്യൂസ് ആണോ, വീസ ഇഷ്യൂ കൊണ്ട് ഡിറ്റൻഷൻ സെൻറ്ററിലാവുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? ഇമിഗ്രേഷൻ്റെ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ട്, അല്ലാത്തൊരു ഡിറ്റൻഷൻ സെൻറ്റർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വികളിത്തരം കാണിക്കുന്ന ചില ലൈക്ക് എന്താ ആൾക്കാരുണ്ട്, ട്രാവലേഴ്സ് ഉണ്ട്. അപ്പോൾ രാജ്യത്ത് നിന്ന് എയർപോർട്ടിൽ ആകെ അലമ്പും കഞ്ഞി പഞ്ചറാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഇത് മെൻ്റലി ഓക്കെ അല്ലാതെ കയറി പോകുന്ന സമയത്ത് ഇനി എയർപോർട്ടിൽ കിടന്ന് വല്ല കാട്ടലമ്പും ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. എന്താണെങ്കിലും അതിനിടയിൽ തായ്ലാൻഡിൽ 2 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളൊരു കഥ കൂടി ഇതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കേട്ടോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഒന്നും ഇവിടെ ഇല്ല, അവരൊക്കെ നാട്ടിലുള്ളത്. ഞാൻ ഒറ്റക്കാണ് ജീവിക്കുന്നത്. അപ്പം ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് എൻ്റെ മൈൻഡ് പിന്നെയും വേസ്റ്റ് ആകാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊന്നും. എനിക്ക് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ഞാനത് സോൾവ് ചെയ്തേനെ.
പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ 7-ാം തീയതി ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 7-ാം തീയതി ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ എല്ലാ സ്ഥലത്തും നടക്കലാണ്. എനിക്ക് ഓണമില്ല, ഒന്നുമില്ല. ഞാൻ വണ്ടിയുണ്ട്, പൈസയുണ്ട്, എല്ലാ വിലയ്ക്കും നമ്മളുടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാത്തതെന്നറിയോ, ഒരു കൂട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരാളില്ല. കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വായിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. 7-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അതിനിടയിൽ ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഹയർ ചെയ്തു. ബട്ട് എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മൈൻഡ് ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പം എനിക്ക് ആൾ അവൈലബിൾ അല്ല. ബിക്കോസ് അവരിവിടെ അല്ല ഉള്ളത്. 7-ാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി. കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി. എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി, എനിക്ക് വിറക്കാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്. സോ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഞാൻ ആ പോസ്റ്റ് ഇട്ടു. ഐ വാസ് ട്രൈങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മല്ലു ട്രാവലറൊക്കെ സൂയിസൈഡ് ചെയ്യൂ, കാരണം ഇത്രയും പവർഫുള്ളാണ്, ഇത്രയും സ്ട്രോങ് ആണ്, ഇത്രയും കൺട്രി പോയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത ആളാണ്. എങ്ങനെ അങ്ങനെ നാട്ടുകാർ വിചാരിക്കുക മല്ലു ട്രാവലറൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്? അതൊക്കെ ഓരോ മനുഷ്യൻ്റെ സാഹചര്യമാണ്. അതിനിപ്പോൾ എത്ര എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് മണി, മസിൽ, പൊളിറ്റിക്കൽ പവർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സാണ്. ഒരു നിമിഷം മാറിപ്പോയി കഴിഞ്ഞാൽ, ഒരു മൈൻഡ് ഒന്ന് പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, അതിന് പ്രത്യേകിച്ചൊരു വലിയ റീസണൊന്നും വേണ്ടെന്നാണ് ഞാൻ ഇത്രകാലം എൻ്റെ ഈ ഒരു കുറേ വീഡിയോസ് ഞാൻ ചെയ്തല്ലോ, അതിനൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും, ചിലർക്ക് വെരി പേഴ്സണലി ഉള്ള റീസൺ ആവും. അതും ലൈക്ക് രണ്ടാമതുള്ള ആളോട് ഷെയർ ചെയ്താൽ ഒരിക്കലും അയാൾക്ക് ഡൈജസ്റ്റ് ആവുന്ന റീസൺ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു റീസണും കാണില്ല. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ് ബോഡിയിൽ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ചിലർ ഭയങ്കര ഡൗൺ ആവും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആരും വിചാരിക്കൊന്നുമില്ല. നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ വരാം. ഇപ്പം നാളെ എനിക്ക് വരാം, കാണുന്ന വ്യൂവേഴ്സിൽ പലർക്കും വരാം. അതൊക്കെ ഒരു മനുഷ്യൻ്റെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്നേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നമ്മളെ ഫാമിലി നമ്മളെ ഫ്രണ്ടായിട്ട് കണക്കാക്കേണ്ടി വരും, നമ്മളെ പെറ്റ്സിനെ നമ്മളെ ഫ്രണ്ടായിട്ട് കണക്കാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് തൊപ്പി പറഞ്ഞൊരു കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പി വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മല്ലു തൊപ്പീനെ വിളിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്താ ഏറ്റു പറയില്ലേ, തെറ്റുകൾ ഏറ്റു പറയുക അല്ലെങ്കിൽ ക്ഷമിക്കുക, അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ചെങ്ങായി എങ്ങാനും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ചോദ്യം തൊപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ തൊപ്പിയെ അങ്ങനത്തെ ഒരു കോള് വിളിച്ചതുകൊണ്ടും സംസാരിച്ചുകൊണ്ടായിരിക്കണം തൊപ്പിക്ക് അന്ന് അത് ഫീൽ ചെയ്തത്. എന്നാണെങ്കിൽ തൊപ്പി പറഞ്ഞ കാര്യം, അങ്ങനത്തെ ഒരു തോട്ട് തൊപ്പിക്ക് പോയത് കറക്റ്റാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം ഇപ്പോൾ മല്ലു തന്നെ വന്ന് പറയുന്നുണ്ട്, മല്ലു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ട്രൈ ചെയ്തു, വേറെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി കൂടി കണ്ടോക്കാം. നിജീഷ് ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ നിജീഷ്. അവൻ വിളിച്ചു. സോ അവന് മനസ്സിലായി ഞാനൊരു വല്ലാത്ത മൂഡിലുള്ള. അവൻ ഓടി വന്നു. അവൻ്റെ വണ്ടി എടുത്ത് കംപ്ലീറ്റ് ക്യാമറ അടിച്ച് ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്നു. അവൻ എന്നെ പൊക്കി, എൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചു. അടുത്ത ഫ്ലൈറ്റിന് കൊച്ചിയിലോട്ട് പോയി. 10 ദിവസമായിട്ട് ഞാൻ ഇന്നാണ് ഈ ഒരു സാധനം കൈകൊണ്ട് വിടുന്നത്. 10 days ആയിട്ട് ഇന്നാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പ് ഇല്ല, ഫാമിലി ഇല്ല, ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഇല്ല. ഞാൻ വീട്ടിൽ വരെ വിളിക്കാറില്ല. ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ നിജീഷ് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ഡീറ്റോക്സ് ഇട്ട് എന്തോ പറയില്ല, സെയിം സാധനം തന്നെ. 10 days എടുത്തു. ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഞാനത് നോർമലായി. ഇതിപ്പോൾ എന്താ പറയുക, മല്ലു പറയുമ്പോൾ മല്ലുവിനുള്ളൊരു ഹെയ്റ്റ് വെച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഓഹോ അങ്ങനെ അത്രയും മോശമായ സിറ്റുവേഷനിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരാൾ അപ്പം തന്നെ നാട്ടിലേക്ക് അയക്കുമോ, എന്നിട്ട് ഈ ഇത്ര പെട്ടെന്ന് റിക്കവർ ആയോ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും മല്ലുവിന് വരാം. ഓക്കെ, പല ചോദ്യങ്ങളും ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിലായിട്ടും പല സ്ഥലങ്ങളിലായിട്ട് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷനാണ്, ആ വ്യക്തി പറയുമ്പോൾ നമ്മൾ കേൾക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ മല്ലു പറഞ്ഞു
ഫോണൊന്നും എടുത്തിട്ടില്ല, റിപ്ലൈ ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയ നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് മല്ലു പറഞ്ഞുള്ളത്. ഇന്നാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയത്. എന്ന് പറഞ്ഞാൽ ബൈ ദ വേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് എനിക്കൊരു റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂ ആണ്, റിക്കവർ ചെയ്യുകയാണെന്നുള്ളത്. മേ ബി എനിക്ക് തോന്നുന്നത് ആരോടെങ്കിലുമൊക്കെ കുറച്ച് പേരോട് പറഞ്ഞു കാണൂടെ, അങ്ങനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ അല്ല, കുറച്ച് പേരോട് പറഞ്ഞു കാണും. എന്നോട് എന്താണെങ്കിലും ആ ഒരു ടൈമിൽ ഞാൻ ആ പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നത് 7-ാം തീയതി 8-ാം തീയതി സെപ്റ്റംബർ 7-8 ആ ടൈമിലാണ് എനിക്കൊരു റിപ്ലൈ ഇട്ടത്. ഓക്കെ, അപ്പോൾ അന്നും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഹെൽത്ത് ഇഷ്യൂ ആണ്, റിക്കവറി സ്റ്റേജിലാണെന്നാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം മല്ലു പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കുറേ പേര് ചോദിക്കാം, ഇപ്പോൾ അതിൻ്റെ ഇത് എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ആരും പറയുന്നില്ലല്ലോ. ആർക്കൊന്നും പറയാൻ പറ്റും ഞാൻ ഈ രീതിയിലാണ് എൻ്റെ ലൈഫ് കളയാൻ വേണ്ടി ശ്രമിച്ചത്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ്, അതൊന്നും ആരും പറയാൻ പോകുന്നില്ലേ. അങ്ങേരുടെ സിറ്റുവേഷൻ അങ്ങേരിപ്പോൾ വന്നിരുന്ന് പറയുന്നു. ഓക്കെ, ബാക്കി വേണ്ടി നോട്ടെ. ഞാനങ്ങനെ എനിക്ക് പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വൺസ് ഞാൻ മൈൻഡ് റിലേറ്റഡ് മരുന്ന് കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് ലോങ് എനിക്ക് നിർത്താൻ പറ്റില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ആൻസൈറ്റി, ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. 10 days ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇതിലെന്താ അറിയോ, ഇതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് മുഴുവനായിട്ട് തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ. അത് ഒന്നുമില്ലാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ, ഇതിലിപ്പോൾ റീസണൊന്നും പറയുന്നില്ല, ആൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഫ്രണ്ട് സർക്കിൾ ഇല്ല, അതുകൊണ്ട് ആളൊരു അങ്ങനത്തെ സ്റ്റേജിലേക്ക് പോയി എന്നാണ് പറയുന്നത്, ഒറ്റപ്പെടൽ സ്റ്റേജിലേക്ക് പോയി. അതൊരു ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട കാര്യം തന്നെയാണ്. എല്ലാം മെഡിസിൻ അല്ല. കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെഡിസിൻ കൊണ്ട് ഇങ്ങനെ വായിൽ ഗുളിക എന്ന് മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ സംസാരിച്ച്, ഇപ്പോൾ ആരോടും സംസാരിക്കാമല്ലോ എന്ന് പറയുന്ന ഒരാൾ ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ കൗൺസിലറോട് നന്നായിട്ട് സംസാരിക്കുക, ആ ചെയ്യുന്ന ഡോക്ടറോട് നന്നായിട്ട് സംസാരിക്കുക, അവർ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചെടുക്കും. മനസ്സിലായോ? അവർക്കതിങ്ങനെ മാറ്റി തരാൻ പറ്റും, പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ. അതൊരു ബെറ്റർ തിങ്ങാണ്. ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ഒരു മരുന്ന് കഴിച്ച് ഇങ്ങനെ അങ്ങനെ അഡിക്റ്റായി പോകും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മുടെ ലൈഫിലൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണണം, കണ്ടത് മാറ്റി ബാക്ക് ടു ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യ ഇത്ര അഡ്വാൻസ്ഡ് ആയപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ അതിനൊക്കെ. ഇപ്പം ഞാൻ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്നാണ് ഞാൻ അറിയുന്നത്, ഒരുപാട് പേര് എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി എനിക്ക് എയ്ഡ്സാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചങ്ങാതി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് എയ്ഡ്സാന്ന് പറഞ്ഞിട്ട്. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട്. എവിടെ നിന്നാണ് ഇവർക്ക് ന്യൂസ് കിട്ടുന്നത് എനിക്കറിയാം. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല, കാരണം പലരും വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വീഡിയോ, ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഇരുന്ന് കണ്ടു, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്നോടുള്ള സ്നേഹമാണ് ആ വീഡിയോ കാണിച്ചത്. അപ്പോൾ അവരെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് എയ്ഡ്സ് ആണെന്നുള്ളത്. അത് നിങ്ങൾ എന്തായാലും തിരുത്തണം. കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരു മരിക്കാൻ പോകുന്നൊരു വ്യക്തി എന്ന രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആരാണോ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം എന്തായിരുന്നു സോഴ്സ് എന്നുള്ളത്. ഇതുതന്നെയാണ് നടക്കുന്നത്. എനിക്കെതിരെ അലിഗേഷൻ വന്നപ്പോഴും, ഞാൻ ആദ്യവാരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴും ഇവനെപ്പോലുള്ള ആൾക്കാർ ഓരോ ന്യൂസ് പടച്ചോടും. എവിഡൻസ് ഉണ്ടോ? ഇല്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. ഇവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും, ഓക്കെ അവനെ കാണുന്നില്ല, അപ്പോൾ അവൻ എയ്ഡ്സ് ആണ്, അവൻ ഇത്ര % ആയി ലങ്സിൽ, അവൻ ചാവാനായി, ഓക്കെ അപ്പം വീഡിയോ, ഇതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മല്ലു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ മെസ്സേജ്, ഓക്കെ ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ബിക്കോസ് എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോൾ മല്ലുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് അവിടെ വെച്ചതുകൊണ്ട്, ഈ ജിയാൻ എന്ന് പറഞ്ഞുള്ള വ്യക്തിയുടെ സ്ക്രീൻഷോട്ട് അവിടെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് ഈ വ്യക്തി വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനവിടെ സൈഡിൽ വെക്കുന്നത്. ഈ വ്യക്തി മല്ലുവിന് അയച്ചത് സെയിം തിങ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ സോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്നോട് ആ വ്യക്തി പറഞ്ഞത് നിങ്ങളിത് ഫോർവേഡ് ചെയ്യും മല്ലുവിന് എന്നാണ്. ഞാനതെങ്ങനെ ഫോർവേഡ് ചെയ്യും മല്ലുവിന്? എനിക്കെങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? കാരണം എനിക്ക് ചെയ്യാൻ പാടും അത്. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഞാനിങ്ങനെ ഒരവസ്ഥയിലൂടെ പോവുകയാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വേറെ കാര്യമുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവരും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് മല്ലു തീർന്നു പോയി, മല്ലു മരണത്തിലേക്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കണം. മല്ലു ട്രാവലർ ഫസ്റ്റ് ഇട്ട പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ് ഇട്ട് ഒന്ന് വായിക്കണം. ആ 2 പോസ്റ്റ് വായിക്കുന്നവർക്കും നിങ്ങൾക്ക് എന്തോ മാരകമായ സീനുണ്ടെന്നും നിങ്ങൾ ഫസ്റ്റ് എഴുതി വെച്ചതേ അങ്ങനെയാണ്, നിങ്ങൾ തീർന്നു പോയാലും വൈക്കോ പെർഫ്യൂമാണ് നിങ്ങളുടേന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരെങ്കിലും അത് മിസ്ലീഡിങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഫസ്റ്റ് നിങ്ങളാണ് കാരണക്കാരൻ.
ഓക്കെ. അപ്പം നിങ്ങൾ വന്ന് പറയുമ്പോഴാണ് അതിൻ്റെ റീസൺ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത്. അല്ലാത്ത പക്ഷേ അത് ആർക്കും മനസ്സിലാവില്ല. അവരെങ്ങനെയും അത് മിസ്ലീഡ് ചെയ്ത് തിങ്ക് ചെയ്യുമോ അവർ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ വ്യക്തി വന്ന് നിങ്ങൾക്ക് അയച്ച മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് അയച്ചിട്ടുണ്ട് ഈ വ്യക്തി. എന്നിട്ട് എന്നോട് ഇത് പറയുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു അസുഖമാണ്, അത് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോഴൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മല്ലുവിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ഇപ്പോൾ അതിന് സർവൈവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഞാനിത് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ലൈഫ് ചെയ്യുന്ന ഏറ്റവും വൃത്തിയായിട്ട കാര്യമായിരിക്കും ഈ സാധനം ഞാൻ അയച്ചു കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ ഇതൊന്ന് സഫർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതായിരുന്നു രോഗം എന്ന് ഞാൻ എങ്ങനെ ചോദിക്കാൻ പറ്റും എനിക്ക്. അപ്പം എന്നെ കൊണ്ട് അത് പറ്റില്ല. മനസ്സിലായോ? ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഈ സാധനം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ മൊത്തമുള്ള ഒരു ശരീരഘടനയും സ്കിന്നിൻ്റെ കളറും ബാക്കി ബോഡി ലാംഗ്വേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു ഓങ്കോളജി ഡോക്ടറല്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ തന്നെ ഒരു വീഡിയോ കോളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരിക്കലും നടക്കുന്ന കേസല്ല. അപ്പോൾ ജസ്റ്റ് ഐ തോട്ട് യു ആർ ലൈക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എം വൺ തിങ് ലൈക്ക് ദാറ്റ്, ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഡൂയിങ് ദിസ് എന്ന് ഞാനും പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. മനസ്സിലായോ? ഇതിപ്പോൾ മല്ലു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണിച്ചു തന്നത്. മല്ലു പറഞ്ഞല്ലോ പലർക്കും എനിക്ക് അയച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനത് മല്ലുവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ മല്ലുവിനോട് ആ സംഗതികളെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. കാരണം പറയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ മല്ലുവിന് തന്നെ വന്നു, എനിക്ക് തോന്നുന്നു മല്ലുവിന് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അപ്പം ഞാൻ മല്ലുവിന് അയച്ചു കൊടുത്തില്ല. അതുപോലെ വേറെ ചിലരും അയച്ചു കൊടുക്കാതിരിക്കില്ലല്ലോ. കിട്ടിയ ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് ചിലപ്പോൾ ചോദിച്ചു കാണും മല്ലുവിനോട്. അത് ഭയങ്കര ഹേർട്ടാവും ഒരു മനുഷ്യന്. കഴിഞ്ഞൊരു 10 ദിവസം നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ച റീസൺ എന്താ? എനിക്ക് ക്യാൻസറാണ്, എനിക്ക് എയ്ഡ്സ് ആണ്. ഇത് രണ്ടും എനിക്കില്ല. ഇത് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരുടെ ലക്ഷ്യം എന്തായിരുന്നു? സമൂഹത്തിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തണം. അവരത് വിജയിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. കാരണം ഈ അസുഖബാധിതത എന്ന് അറിയുമ്പം ആൾക്കാരുടെ റിയാക്ഷൻ വേറെ തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞത് പെർഫ്യൂംസിൻ്റെ പ്രൊമോഷനാണെന്ന്. ഞാൻ 10 ദിവസം മാറി നിന്നിട്ട് എനിക്ക് ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞങ്ങളെ ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ മാറി നിന്നപ്പോൾ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ബ്രേക്കായി. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ സെയിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. കാരണം നമ്മൾ പ്രൊമോട്ട് ചെയ്താലല്ലേ സാധനം പോകുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ഞാൻ മാറി നിന്നപ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ബിസിനസ്സിൽ. എനിക്ക് നല്ലതൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും ഇഷ്ടം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അറിഞ്ഞപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് നന്ദി. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഞാൻ വ്ളോഗ് ചെയ്യും. തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഞാൻ വ്ളോഗ് ചെയ്യും. എൻറ്റയർലി ഐ വാണ്ട് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഇതുവരെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 70% മരിച്ചെടുത്താണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ ലൈഫ് ഇതുവരെ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കാനാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്താണെങ്കിൽ മല്ലു ട്രാവലർ ഇനി വ്ളോഗ് ചെയ്യും, തിരിച്ചു വരുന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഈ സോഷ്യൽ മീഡിയ സർക്കിളിലുള്ള ഫ്രണ്ട്സിനോടാണ് പറയാനുള്ളത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ലൈഫും കൊണ്ടുപോകണം, നമ്മളുടെ റെഗുലർ ലൈഫ് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ. നമ്മളൊരു മുറിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ കാറിലാണ്, എന്നെപ്പോലെ കാറിൽ നീങ്ങുന്നവരൊക്കെ അവിടെ മാത്രം ഒതുങ്ങി കൂടരുത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എന്നെ വെരി പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. പിന്നെ മലപ്പുറം നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30-9 മണി മുതൽ തന്നെ അങ്ങാടി കാണുന്നവരുണ്ടാവും. ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അങ്ങ് ചുറ്റിക്കറങ്ങി അവിടെ ഇവിടെയും പോയി ഫുഡും കഴിച്ച് എല്ലാത്തിലും ഇങ്ങനെ നമ്മളെ കൊണ്ട് അങ്ങനെ വൈബ് അടിച്ച് നടക്കുകയാണ് നമ്മളെ പരിപാടി. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം വണ്ടി കയറുന്ന പരിപാടികൾ നോക്കുന്നല്ലാത്ത പക്ഷം ജിമ്മിൽ പോവുക, ഫുഡ് അടിക്കുക, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങുക, ക്രിക്കറ്റ് കളിക്കുക, അതൊക്കെ തന്നെ നമ്മൾ ആ ലൈഫ് വേണം നമുക്ക്. മനസ്സിലായോ? പൈസ വരും, ഫെയിം വരും, പക്ഷേ ലൈഫ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥ ഇതേപോലെ ഈ മൂഞ്ചി കുത്തി ഇരിക്കേണ്ടി വരും, വല്ലിരിക്കണ പോലെ. പിന്നെ ഒരു പൈസയും ഒരു ഫെയിമും ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസയും ഫെയിമും തന്ന പ്ലാറ്റ്ഫോമിൽ മറക്കരുത്. ഇപ്പോൾ പലരും ഞാൻ കാണുന്നൊരു ട്രെൻഡ് പോലെ യൂട്യൂബ് ഇനിയില്ല, യൂട്യൂബ് നിർത്തുകയാണ്, നമുക്ക് വേറെ ബിസിനസ്. ഇത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് ഇന്നോ നാളെയോ നിർത്തിയിട്ട് പോണ പരിപാടിയല്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സാധനം എത്രത്തോളം ഇവിടെ ഉണ്ടോ, നമ്മളെ കയ്യിൽ എത്രത്തോളം ഇങ്ങനത്തെ വിസിബിലിറ്റി നമ്മളെ വ്യൂവേഴ്സും ഉണ്ടോ, നമുക്കത് യൂസ് ചെയ്യാം. അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്ക്. അല്ലാതെ ഇനിയിപ്പോൾ പുതിയ ആരെങ്കിലും കയറി വന്നു നമ്മുടെ അതേ നീഷിൽ. ഇപ്പോൾ ഞാൻ റിയാക്ഷൻ ചാനൽ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഒരുപാട് പേരുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എൻജോയ്. ഞാൻ എല്ലാവരോടും അങ്ങോട്ട് പറയുന്നത് ഇനി നിങ്ങൾ കൂടുതൽ ചെയ്യുക എല്ലാവരും. മനസ്സിലായി? എല്ലാവരും ചെയ്യുക, എല്ലാവരും അവരുടെ അഭിപ്രായം പറയുക. ദിസ് ഈസ് വെരി ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അഭിപ്രായം പറയുക, റൈറ്റ് ഓർ റോങ് അഭിപ്രായം പറയാം നിങ്ങൾ. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, അവർ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുന്നു. അപ്പോൾ അവർക്ക് കുറേ ആളുകൾ വരുമ്പോൾ, അവർ കുറേ യൂസേഴ്സ് വരുമ്പോൾ കുറേ കൂടി അവർ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കും ബെനിഫിറ്റ് അല്ലേ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മല്ലുവിനെ പോലെ പെട്ടെന്നൊരു സാഹചര്യം എത്തി, ഫെയിം എത്തി, പൈസയായി, പിന്നെ യൂട്യൂബ് സൈഡാക്കിയിട്ടാണ് പോകും. ചിലപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഹെയ്റ്റ് കൂടുന്നതായിരിക്കാം. ബട്ട് യു ക്യാൻ കം ബാക്ക്. നിങ്ങൾക്ക് തിരിച്ചു വരാം, തെറ്റുകൾ തിരിച്ചു വരാൻ പറ്റുമല്ലോ. കാരണം ഇത്രയും വ്യൂവേഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെയൊക്കെ എന്താണെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പോയിന്റിൽ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങും.
പക്ഷേ പലർക്കും അതൊന്നും പിടികിട്ടുന്നില്ല. പിന്നെ ഈ വൈക്കോ പെർഫ്യൂമിൻ്റെ പ്രൊമോഷനാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു, അതല്ല ലോസാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. കാരണം ആ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് വൈക്കോ പെർഫ്യൂമെന്നും ഇനി ഞാനില്ലെങ്കിൽ എൻ്റെ പെർഫ്യൂമിനോടാണ് എൻ്റെ വീട്ടുകാർ ജീവിച്ചു പോകാനെന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ തെറ്റിദ്ധരിക്കാതിരിക്കും. സോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു, പക്ഷെ ആ പോസ്റ്റ് കറക്റ്റ് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സാധനമാണ്. അതിനൊന്നും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയൊരു കാര്യമില്ല. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ മല്ലുവിനെതിരെയുള്ള ഈ മറ്റേ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞുള്ള പരിപാടികളൊക്കെ അത് വേഴ്സ്റ്റ് തിങ് ആണ്. ഓക്കെ, ഒരു മനുഷ്യൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും മനസ്സിലാകാതെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ഇത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഇയാൾ അകറ്റി നിർത്താനുള്ളൊരു ശ്രമം നടക്കും. അതൊക്കെ പേഴ്സണലി ഒരാൾക്ക് ഹേർട്ടാവുന്ന കാര്യമൊക്കെയാണ്. ഓക്കെ, അയാളുടെ പേരിൽ കേസുണ്ട്, വിഷയങ്ങളുണ്ട്, അതൊക്കെ ലീഗലി നടക്കട്ടെ ഒരു സൈഡിൽ. അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്ന വിഷയങ്ങളും നടക്കേണ്ട വിഷയങ്ങളുമാണ്. പക്ഷെ അയാളിലേക്ക് ഇത്രയും വലിയ ഗുരുതരമായ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞിടുമ്പോഴത്തേക്ക് അത് സീൻ പരിപാടിയാണ്. അതിനൊരു ക്ലിയർ ക്ലാരിറ്റി ഇല്ലാതെ ആരും അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുപോയി ഇടരുത് ഒരു മനുഷ്യൻ്റെ ലൈഫിലേക്കും. അത് ഭയങ്കര സീനായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതാണ് മല്ലുവിന് നമുക്ക് തരാനുള്ള ആ ഒരു മല്ലു എന്തുകൊണ്ട് വാനിഷായി എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് സാധനം. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ്സ് സീ മല്ലുവിൻ്റെ ഇനി എന്തായിരിക്കും. മറ്റേ പുതിയ മുഖം പാട്ടിട്ട് മല്ലു വരുമോ നമുക്ക് നോക്കാം.